അമേരിക്കയിൽ കഴിയുന്ന മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതി തഹാവൂർ റാണെ ഭാരതത്തിലെത്തിക്കും. ഇതിനായി ദേശീയ അന്വേഷണ ഏജൻസിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ അമേരിക്കയിലേക്ക് ഉടൻ പുറപ്പെടും. അമേരിക്കൻ സുപ്രീം കോടതി റാണയുടെ ഹർജി തള്ളിയതോടെയാണ് ഇയാളെ ഭാരതത്തിലെത്തിക്കാനുള്ള തടസ്സങ്ങൾ നീങ്ങിയത്. 2008 മുംബൈ ഭീകരാക്രമണത്തിൽ 166 പേരാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് ശേഷം മുഖ്യ സൂത്രധാരനായ ലഷ്കർ-ഇ-തോയ്ബ നേതാവ് തഹാവൂർ റാണ അമേരിക്കയിലേക്ക് കടന്നു. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതു മുതൽ തഹാവൂർ റാണയെ ഭാരതത്തിലെത്തിക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചു. എന്നാൽ തന്നെ ഭാരതത്തിന് വിട്ടു നൽകരുതെന്നാവശ്യപ്പെട്ട് അമേരിക്കയിലെ വിവിധ കോടതികളിൽ റാണെ ഹർജി ഫയൽ ചെയ്തു. ഇക്കഴിഞ്ഞ 21 അമേരിക്കൻ സുപ്രീം കോടതി ഹർജി നിരാകരിച്ചതോടെയാണ് റാണയെ ഭാരതത്തിലെത്തിക്കാൻ ഒരുക്കങ്ങൾ ആരംഭിച്ചത്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഈ മാസം 30 തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ അമേരിക്കയിലെത്തി റാണയെ കസ്റ്റഡിയിലെടുക്കും. IG, DIG റാങ്കിലുള്ള 2 ഉദ്യോഗസ്ഥർക്ക് പുറമെ 2 ജൂനിയർ ഉദ്യോഗസ്ഥരുമാകും അമേരിക്കയിലേക്ക് പുറപ്പെടുക. റാണയെ ഭാരതത്തിലെത്തിച്ചാൽ ഡൽഹിയിലെ തീഹാർ ജയിലിലേക്ക് മാറ്റാനാണ് തീരുമാനം. ഇതിനു മുന്നോടിയായി തീഹാർ ജയിലിൽ സുരക്ഷാ പരിശോധനകൾ ആരംഭിച്ചു. മുഴുവൻ സമയം CCTV പ്രവർത്തിക്കുന്ന അതീവ സുരക്ഷാ സെല്ലിലാണ് റാണയെ പാർപ്പിക്കുക. ശൗചാലയം കൂടി ഉൾപ്പെട്ട സെല്ലിലേക്കാണ് റാണയെ മാറ്റുന്നത്. തീഹാർ ജയിലിന് സുരക്ഷ വർദ്ധിപ്പിക്കുവാനും തീരുമാനമായി. കഴിഞ്ഞ 6 മാസമായി ഡൽഹിയിലെ അമേരിക്കൻ എംബസിയുമായി ചേർന്ന് തഹാവൂർ റാണയെ ഭാരതത്തിലെത്തിക്കാൻ ചർച്ചകൾ നടക്കുകയാണ്. അമേരിക്കൻ സർക്കാർ കൂടി റാണയുടെ ഹർജിക്കെതിരെ നിലപാട് സ്വീകരിച്ചതോടെയാണ് പതിറ്റാണ്ടുകളായുള്ള ഭാരതത്തിന്റെ ആവശ്യം നിറവേറുന്നത്. ജനം, ഡൽഹി.